നമസ്കാരം. ഇന്ത്യയുടെ നട്ടെല്ലിന് കരുത്തേകുന്നതിനായി പ്രതിരോധ സഹായകവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് കരുത്തു പകരുന്നതിനായി അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കും M777 അൾട്രാ ലൈറ്റ് ഹോവിസ്റ്റർ പീരങ്കികളുമായി ഏകദേശം 482.2 ദശലക്ഷം US$ പ്രതിരോധ സഹായ പദ്ധതി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പരിപാലനവും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കുന്നതിനായുള്ള വിദേശ സൈനിക വിൽപ്പന സംബന്ധിച്ച അറിയിപ്പ് അമേരിക്കൻ കോൺഗ്രസിന് കൈമാറിയിരിക്കുകയാണ്. ഈ പദ്ധതി പ്രധാനമായും 2 വിഭാഗങ്ങളിലായാണ് നടപ്പിലാക്കുന്നത്. M777 ഹോവിസ്റ്റർ പീരങ്കികൾ, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായാണ് ഈ തുക ചെലവഴിക്കേണ്ടി വരിക. ഉയരമേറിയ മലയോര മേഖലകൾ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന ഈ പീരങ്കികളാണ് M777 പീരങ്കികൾ. ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കും അനുബന്ധ സേവനങ്ങൾക്കുമായി $230 മില്യൺ മാറ്റിവെക്കും. BAE സിസ്റ്റം ആണ് ഇതിന്റെ പ്രധാന കരാറുകൾ. AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാനായി $198.2 മില്യൺ പാക്കേജാണ് അനുവദിച്ചിരിക്കുന്നത്. ബോയിംഗ്, ലോക്ഹീഡ് മാർട്ടിൻ എന്നീ കമ്പനികളാണ് ഇതിനാവശ്യമായ സേവനങ്ങൾ നൽകുക. വെറും ആയുധ വിൽപ്പന എന്നതിലുപരി ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങൾ ദീർഘകാലം മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. കരാർ അനുസരിച്ച് ആവശ്യമായ സ്പെയർ പാർട്ടുകളും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് ലഭിക്കും. ഇതിനു പുറമെ സാങ്കേതിക സഹായം, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ, ലോജിസ്റ്റിക് പിന്തുണ, സൈനികർക്കുള്ള പ്രത്യേക പരിശീലനം, അറ്റകുറ്റപ്പണികൾക്കായി ഫീൽഡ് സർവീസ് പ്രതിനിധികളുടെ സേവനം തുടങ്ങിയവ ഇന്ത്യക്ക് ഉപയോഗിക്കാം. അപ്പാച്ചെ M777 ഹോവിസ്റ്റർ എന്നിവയുമായി ബന്ധപ്പെട്ട് കരാറുകളിലെ ദീർഘകാല പരിപാലന പിന്തുണ ഇന്ത്യ ആവശ്യപ്പെടുന്നതാണ്. ഇത് പ്രകാരം പുതിയ പ്രതിരോധ ഇടപാട് നടക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും US കോൺഗ്രസിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഈ ഇടപാട് നടക്കും. ഇൻഡോ പസഫിക് മേഖലയിലും ദക്ഷിണേന്ത്യയിലും സമാധാനവും സാമ്പത്തിക സ്ഥിരതയും നിലനിർത്തുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പ്രധാന പങ്കിനെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പ്രശംസിക്കുകയാണ്. ഇന്ത്യയെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളി എന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചത്. നിലവിലുള്ള ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സഹായമെന്നും പെന്റഗൺ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ ഈ കരാറിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ ഒരു സഹായ വാഗ്ദാനം.